Good evening, everybody. Today we are going to discuss on some of the questions based on transducers. So, adil transducers and the characteristics, classification. പിന്നെ കുറച്ച് രണ്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ് മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് സ്ട്രെയിൻ ഗേജസും അതിന്റെ കുറച്ച് ഫീച്ചേഴ്സും, പിന്നെ തെർമിസ്റ്റർ, തെർമോകപ്പിൾ, ടെമ്പറേച്ചർ സെൻസറും സ്ട്രെയിൻ ഗേജസും ആണ്. കൂടുതലൊന്നും അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ ബേസിക് ആയിട്ട് വരുന്ന ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ ആദ്യത്തെ പോർഷൻ ഉണ്ടല്ലോ, ക്യാരക്ടറിസ്റ്റിക്സും ഡിഫറെന്റ് ടൈപ്സും, അതിൽ നിന്നും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നിങ്ങളും ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യാം കേട്ടോ. പഠിച്ചു വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് strain gauge is an example of dash sensors. എന്തായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട്? സോറി, ഓപ്ഷൻ എന്തായിരിക്കും? You people also interact. Modulating sensor, direct sensor, self-generating sensor. ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സിൽ പെട്ടതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ മോഡുലേറ്റിംഗ് സെൻസറിനെ കുറിച്ചൊന്നും കൂടുതൽ കേട്ടിട്ടുണ്ടാവും. എന്നാലും നമ്മൾ ജനറലി കാണുന്ന പാസീവ്, ആക്റ്റീവ്, സെൽഫ് ജനറേറ്റിംഗ്, അതിന്റെയൊക്കെ ഫീച്ചേഴ്സ് ആണ് ഈ സെൽഫ് ജനറേറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. സോ ഓപ്ഷൻസ് പറയുന്നുണ്ട് ആരെങ്കിലും? സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ ട്രാൻസ്ഡ്യൂസർ അല്ലെ? അതായത് സ്ട്രെയിൻ മെഷർ ചെയ്യുന്നു. സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്തുകൊണ്ടൊക്കെ ആവാം. പ്രഷർ നമ്മൾ എക്സേർട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിൻ ആവാം, ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിൻ ആവാം അല്ലെ? എന്തെങ്കിലും ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒക്കെ സ്ട്രെയിൻ വരാം. അപ്പൊ സ്ട്രെയിൻ ഗേജ് വർക്ക് ചെയ്യുന്നത് അതൊരു റെസിസ്റ്റീവ് എലമെന്റ് ആണ്. അപ്പൊ അതിന്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. അക്കോർഡിംഗ് ടു സ്ട്രെയിൻ അതിന്റെ റെസിസ്റ്റീവ് എലമെന്റ് ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് ചെയ്യുന്ന റെസിസ്റ്റൻസ് കാരണമാണ് സ്ട്രെയിന് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെ? അപ്പൊ ആ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസിന് നമ്മൾ വേറെ ഒരു ഓക്സിലറി സർക്യൂട്ട്, അതായത് ഒരു എന്താ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ആ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യും. അതിൽ നിന്നാണ് ഒരു വോൾട്ടേജ് വെച്ചിട്ട് എത്രയാണ് സ്ട്രെയിൻ എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെ? അപ്പൊ കുറച്ച് ആ സിഗ്നലിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. സോ ഇറ്റ് കംസ് അണ്ടർ മോഡുലേറ്റിംഗ് സെൻസർ. എന്താണ് ഡയറക്റ്റ് സെൻസർ? ഡയറക്റ്റ് സെൻസറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇപ്പൊ ഒരു തെർമോമീറ്റർ, നമ്മൾ പനി നോക്കുന്ന തെർമോമീറ്റർ ഉണ്ട്. ആ തെർമോമീറ്റർ തെർമോമീറ്റർ നമ്മൾ നേരിട്ട് ജസ്റ്റ് മെഷർ ചെയ്യാണ് അല്ലെ? അപ്പോഴത്തേക്ക് ആ മെർക്കുറി റേസ് ചെയ്യും, നമ്മളെ പോയിന്റ് നോക്കും, എത്രയാണെന്ന് നമ്മൾ നോട്ട് ചെയ്യും. ഇപ്പൊ ഡിജിറ്റൽ ആണ്, അപ്പൊ അതിൽ ഡിജിറ്റൽ വാല്യൂ കാണിക്കും. അത് ഡയറക്റ്റ് സെൻസേഴ്സിലൊക്കെ പെട്ടതാണ്. And what is self-generating sensors? Self-generating sensors active transducers വേറൊരു പേരാണ് ഈ self-generating sensors. അതായത് നമ്മൾ അതിലേക്ക് വോൾട്ടേജ് സപ്ലൈ ഒന്നും കൊടുക്കണ്ട. അത് നമുക്ക് ഇങ്ങോട്ട് വോൾട്ടേജ് ഇൻ ദ ഫോം ഓഫ് വോൾട്ടേജ് നമുക്ക് തരും. സോളാർ സെല്ല് അല്ലെ, അത് വോൾട്ടേജ് ജനറേറ്റർ ആണ്. അതുപോലെ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ, അതിലേക്ക് നമ്മളൊന്നും കൊടുക്കുന്നില്ല. അത് ഡീഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീഫോമേഷൻ അനുസരിച്ച് ഒരു വോൾട്ടേജ് അത് നമുക്ക് തരും. തെർമോകപ്പിളിൽ നമ്മൾ അങ്ങോട്ട് ഇൻപുട്ട് ഒന്നും കൊടുക്കുന്നില്ല, ബട്ട് ഇറ്റ് ജനറേറ്റ് സം വോൾട്ടേജ് അല്ലെ? അങ്ങനെയുള്ള ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ് സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസേഴ്സ്. സോ ഇതില് മോഡുലേറ്റിംഗ് സെൻസർ ആണ് സ്ട്രെയിൻ ഗേജിന്റെ ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് ഇസ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ നോർമലി കണ്ടുവരുന്നതിനേക്കാൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചു വെക്കുക കേട്ടോ. ബേസ്ഡ് അപ്പോൺ വാട്ട് പാരാമീറ്റേഴ്സ് സെൻസേഴ്സ് വിൽ ബി ചോസൺ. അതായത് നമ്മൾ ഈ സെൻസേഴ്സ് വെച്ച് ട്രാൻസ്ഡ്യൂസേഴ്സ് തന്നെയാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സെൻസേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അക്വയറിംഗ് സം ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ആണ് അല്ലെ? തിരിച്ചു ആവാം. ബട്ട് ബേസിക്കലി നമ്മളൊരു സെൻസർ യൂസ് ചെയ്യുന്നത്
physical parameters such as temperature, pressure, level, humidity, ആ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ഒക്കെ സെൻസ് ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളത് ചൂസ് ചെയ്യുമ്പോൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത്രയും ടെമ്പറേച്ചറിലുള്ള സ്ഥലത്ത് നമുക്ക് ഇപ്പൊ ഒരു ഉരുക്ക് നിർമ്മാണശാലയില് ഉരുക്ക് ഉണ്ടാക്കില്ലേ, അത് നല്ല ഹൈ ടെമ്പറേച്ചർ ആണ്. അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ സാധാ തെർമോമീറ്റർ ഒന്നും കൊണ്ട് വെക്കാൻ പറ്റില്ല. സോ പിന്നെ കുറെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇക്കണോമിക് ഫാക്ടർ അത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അത് വെറുതെ ഇട്ടിരിക്കുന്നതാണ്. സ്റ്റാറ്റിക് ആയാലും ഡൈനാമിക് ആയാലും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. സോ ഇറ്റ് ഇസ് all of the above. Try to answer. ഇതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ ഡയറക്റ്റ് ഡെഫിനിഷൻ ആണ്. നിങ്ങളും കൂടി പറയുമ്പോഴേ അത് തെറ്റ് എവിടെയാ നിങ്ങൾക്ക് വരുന്നതെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഡാഷ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി വേരിയേഷൻ ഇൻ ദി കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ബിറ്റ്വീൻ ദി ഇൻപുട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് ദി ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ. എന്താണ് അത് അർത്ഥമാക്കണേ? കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, അതായത് ഇപ്പൊ 1 ഡിഗ്രി കൂടുമ്പോ 1 mm കൂടണം. സോറി 1 മില്ലി വോൾട്ട് കൂടണം. അപ്പൊ 2 ഡിഗ്രി ആവുമ്പോ 2 മില്ലി വോൾട്ട്. അപ്പൊ 3 ഡിഗ്രി ആവുമ്പോ 3 മില്ലി വോൾട്ട്. ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി. ഇങ്ങനെയുള്ള ഡിവൈസസ് ഒബേ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒബേ ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാ? ലീനിയാരിറ്റി അല്ലെ? ലീനിയർ ആണ്. അതായത് ഇപ്പൊ 1 ഡിഗ്രി മെഷർ ചെയ്തു 1 മില്ലി വോൾട്ട്, പിന്നെ 2 ഡിഗ്രി മെഷർ ചെയ്യുമ്പോൾ 4 മില്ലി വോൾട്ട്. അങ്ങനെയല്ലല്ലോ, വെവ്വേറെ വാല്യൂസ് അല്ല, അൺപ്രഡിക്റ്റബിൾ വാല്യൂസ് ഒന്നും അല്ല. സോ ഹിയർ 1 ഡിഗ്രിക്ക് 1 മില്ലി വോൾട്ട്, 2 ഡിഗ്രിക്ക് 2 മില്ലി വോൾട്ട്. അപ്പൊ ആ ഒരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയാരിറ്റി ഓഫ് എ മെഷറിംഗ്, ഒരു ട്രാൻസ്ഡ്യൂസർ. ഇതെല്ലാം അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. നിങ്ങളുടെ സിലബസിൽ പറയുന്ന ഫസ്റ്റ് ടോപ്പിക്കുകളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കിയൊക്കെ അടുത്ത ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ബാക്കി പാരാമീറ്റേഴ്സ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നില്ല. അരുണിമ, ഹലോ, നിങ്ങൾ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കില്ലല്ലോ? മ്യൂട്ട് ചെയ്തേക്കാണ് മാം. മൈക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാ മാം. ആണോ? അല്ല, നിങ്ങൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാലോ അല്ലെ? ചെയ്യാം മാം. അതെന്താ റെസ്പോണ്ട് ചെയ്യാത്തെ? ഓക്കെ, യു ക്യാൻ റെസ്പോണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ അല്ലേ? അപ്പൊ നിങ്ങളും കൂടി ഇന്ററാക്ട് ചെയ്താലേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇസ് നമ്മൾ നോർമലി പേരിൽ തന്നെ ഉണ്ട്, എന്താ അത്? ദ ആവറേജ് വാല്യൂ ഓഫ് ദി റീഡിങ്സ്. ഇപ്പൊ നമ്മളൊരു ടെമ്പറേച്ചർ സെൻസ് ചെയ്യാണ്. നമ്മളായാലൊരു പനിയൊക്കെ നോക്കുമ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമെങ്കിലും നോക്കും അല്ലെ? അപ്പൊ ആ വാല്യൂസ് അടുത്തടുത്ത് വരികയാണെങ്കിൽ ഓക്കെ. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീൻ. ആവറേജ് വാല്യൂവിനെയാണ് മീൻ ഓഫ് ദ റീഡിങ്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസ് ആണ് ഇതെല്ലാം. എന്തായാലും നമ്മൾ പല പ്രാവശ്യം റീഡിങ് എടുക്കൂല്ലോ, നിങ്ങൾ ഫിസിക്സ് ലാബുകളിലൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ. നെക്സ്റ്റ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഓഫ് എ സെൻസർ വിത്ത് ചേഞ്ച് ഇൻ ഇൻപുട്ട്. എന്താണത്? യെസ്, ഇറ്റ് ഈസ് സെൻസിറ്റിവിറ്റി. അതായത് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ദിസ് ഇസ് ഇൻപുട്ട് ആൻഡ് ദിസ് ഇസ് ഔട്ട്പുട്ട് ആണെങ്കിൽ ഇറ്റ് ഈസ് ഡെൽറ്റ വിഒ. ഇത് ഡെൽറ്റ ഇൻപുട്ട്. വി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. സോ ഇറ്റ് ഈസ് ഔട്ട്പുട്ട്, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട്, വിച്ച് ഇസ് നോൺ ആസ് ഇറ്റ്സ് സെൻസിറ്റിവിറ്റി. അപ്പൊ സെൻസിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എത്ര ചെറിയ ചേഞ്ച് ഇൻ ഇൻപുട്ടിന് എത്ര ഔട്ട്പുട്ട് കിട്ടുന്നു. ഓക്കെ, അപ്പൊ വളരെ ചെറിയ ഇൻപുട്ടിന് വളരെ കൂടിയ ഔട്ട്പുട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഇസ് വെരി സെൻസിറ്റീവ്. നെക്സ്റ്റ്, സ്മോളസ്റ്റ് ചേഞ്ച് വിച്ച് എ സെൻസർ ക്യാൻ ഡിറ്റക്ട്. സെൻസറിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന
ഏറ്റവും ചെറിയ വാല്യൂ. അതാണ് ആ സെൻസറുടെ എന്ത്? റെസല്യൂഷൻ. ഓക്കെ, the smallest change which a sensor can detect is known as resolution. അതായത് നമുക്കത് ചെറിയൊരു വാല്യൂ, ഇപ്പൊ എപ്പോഴും ഇപ്പൊ നമുക്കൊരു 1 ഡിഗ്രി സെൽഷ്യസ് മെഷർ ചെയ്യണം. ചില സെൻസേഴ്സിൽ അതിന് ചെറിയ വാല്യൂസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1 ഡിഗ്രി ആണ്. അപ്പൊ എത്ര ചെറിയ ചേഞ്ച് നമുക്ക് ഡിറ്റക്റ്റബിൾ ആണോ അതിനെയാണ് നമ്മൾ ആ ഇൻസ്ട്രുമെന്റിന്റെ അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസറുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് is, which of the following error is caused by reversal of measured property? ഇതൊക്കെ ഇതിൽ വരുന്നതാ, ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. Which of the following error is caused by reversal of measured property? അതായത് നമ്മളിപ്പോ ഒരു എന്താണ് ഈ ഒരു ഡയറക്ഷനിൽ മെഷർ ചെയ്ത് പോയി എന്ന് വിചാരിക്കുക. അപ്പൊ തിരിച്ച് ഡയറക്ഷനിൽ മെഷർ ചെയ്ത് പോയാൽ ഒരു ചേഞ്ച് ഉണ്ടായാൽ അതിനെയാണ് നമ്മൾ ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്നത്, അല്ലെ? അതായത് നമ്മൾ പോകുമ്പോ കിട്ടുന്ന ആ റീഡിങ് തന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴും കിട്ടണം. കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഹിസ്റ്റെറിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് എന്താണ് ഓരോ വെയിറ്റ് ഇങ്ങനെ എടുത്ത് വെച്ച് ഓരോ റീഡിങ് കിട്ടാന്ന് വിചാരിക്കുക. അതുപോലെ ആ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുമ്പോഴും കറക്റ്റ് ആയിട്ട് ആ വാല്യൂസ് തന്നെ കിട്ടണം. ആ വാല്യൂസ് കിട്ടിയില്ലെങ്കിൽ we can understand that there is some hysteresis error. Okay, next is, try to answer. Okay, dash describing the performance with respect to very slow changes. ഇപ്പൊ ഇതെല്ലാം കൂടി വായിച്ചിട്ട് എന്താ മനസ്സിലാവണേ? ഡൈനാമിക് എന്ന് വെച്ചാൽ എന്താ? ചേഞ്ചസ് അല്ലെ, വിത്ത് റെസ്പെക്ട് ടു ടൈം, അല്ലെങ്കിൽ ഒരു ഇൻപുട്ടിനനുസരിച്ചുള്ള ചേഞ്ച്. ഡൈനാമിക് മീൻസ് ഇറ്റ്സ് വേരിങ്, അത് നല്ല ഫാസ്റ്റ് ആയിട്ട് വേരി ചെയ്യുന്ന സിസ്റ്റത്തിന്. സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ എന്താ? സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഒരിക്കലും മാറരുത്. അങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് മാറില്ല. അങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. സോ അതാണ് ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ. വെരി സ്ലോ ചേഞ്ചസിനനുസരിച്ച് മാറുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, ആ പെർഫോമൻസിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതൊന്നും അതിൽ പെടുന്ന ഒന്നുമല്ല. ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് ഇസ് അൺപ്രെഡിക്റ്റബിൾ എറർ. നമ്മള് മെഷർമെന്റിൽ വരുമ്പോ ഓൾമോസ്റ്റ് എറേഴ്സ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്, അല്ലെ? യെസ്, അൺപ്രെഡിക്റ്റബിൾ എറർ എന്ന് പറയുന്നത് റാൻഡം എറർ ആണ്. ആ പേരിൽ തന്നെ അതുണ്ട്. ബാക്കി എറേഴ്സിനെ കുറിച്ച് പിന്നീട് വരുന്നുണ്ട്, അത് പറയാം. സോ അൺപ്രെഡിക്റ്റബിൾ മീൻസ് അത് ചിലപ്പോ എൻവയോൺമെന്റിൽ നിന്നുള്ള നോയ്സസ് കടന്ന് വരണതാവാം. നമുക്ക് ചിലപ്പോ ടെമ്പറേച്ചർ വേരിയേഷൻസ് കാരണം കടന്നു വരുന്ന എറർ ആവാം. അപ്പൊ അത് നമുക്ക് അൺപ്രെഡിക്റ്റബിൾ ആണ്. അതുകൊണ്ടാണ് അതിന് റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത്. വാട്ട് ഇസ് ദ ടേം യൂസ് ടു എക്സ്പ്രസ് ദി എബിലിറ്റി? ഇതൊക്കെ ഓരോ ഡെഫിനിഷൻസ് ആണ് കേട്ടോ. എബിലിറ്റി ഓഫ് എ മെഷറിംഗ് സിസ്റ്റം ടു മെയിൻറ്റെയിൻ ഇറ്റ്സ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. യെസ്, ഇവിടെ മെൻഷൻ ചെയ്തു. ഉത്തരം ശരിയാണ്. ഇതൊന്നും ഒരിക്കലും നല്ലൊരു ഇതല്ല, അല്ലെ? സെൻസിറ്റിവിറ്റി എന്താണെന്ന് നമ്മൾ മുന്നേ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് സെൻസിറ്റിവിറ്റി. ലീനിയാരിറ്റിയും നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലീനിയാരിറ്റി എന്തോ ആയിരുന്നു, അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ ഇവിടെ വരുന്നത് സ്റ്റെബിലിറ്റി. ആൻസർ ഇസ് ഇ. അതായത് നമ്മൾ എപ്പോ മെഷർ ചെയ്താലും, എവിടെ കൊണ്ടുപോയി വെച്ച് മെഷർ ചെയ്താലും അതിന്റെ പെർഫോമൻസിന് ഇറ്റ് ഷുഡ് എക്സിബിറ്റ് എ സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. അത് ആ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ആ ട്രാൻസ്ഡ്യൂസറുടെ സ്റ്റെബിലിറ്റിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് വി ഗെറ്റ് ഇൻടു തെർമോകപ്പിൾ. തെർമോകപ്പിൾ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് സെൻസർ. നേരത്തെ പറഞ്ഞതിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്പ്ലെയിൻ ചെയ്തപ്പോ. മോഡുലേറ്റിംഗ് ആണോ?
അല്ല അല്ലെ, നമുക്ക് വേറെ ഒന്നിന്റെ ഹെൽപ്പ് ഒന്നും വേണ്ട. തെർമോകപ്പിൾ ഒരു ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വോൾട്ടേജിന്റെ ടേംസിൽ ഔട്ട്പുട്ട് കിട്ടും. സോ നോ ഡൗട്ട് ഇറ്റ് ഈസ് എ ഡയറക്റ്റ് സെൻസർ. ഈ ഇന്ററോഗേറ്റിംഗ് സെൻസേഴ്സ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സെൻസേഴ്സിന്റെ ഒരു ഔട്ട്പുട്ട് ആണ് കേട്ടോ. അത് ഇതിൽ വരുന്നതല്ല, ഇതും വരുന്നതല്ല. സോ ഡയറക്റ്റ് സെൻസർ. അത് മാത്രമല്ല, തെർമോകപ്പിൾ ഇസ് എൻ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. നമ്മൾ അങ്ങോട്ടൊന്നും ഓക്സിലറി സപ്ലൈയുടെ ആവശ്യമൊന്നുമില്ല. അതൊരു ഒരു തെർമോമീറ്റർ ഒക്കെ പോലത്തെ ഒരു ഇതാണ്. ഡിപ്പ് ചെയ്ത് വെച്ചാൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് ആ ടെർമിനൽസിൽ നിന്ന് വോൾട്ടേജ് കിട്ടും. തെർമോകപ്പിൾ ഇസ് ടെമ്പറേച്ചർ സെൻസർ അല്ലെ. തെർമോകപ്പിൾ രണ്ട് ഡിസിമിലർ മെറ്റൽസുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചേഴ്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ജംഗ്ഷനിൽ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും അല്ലെ. അതാണ് തെർമോകപ്പിളിന്റെ പ്രത്യേകത. നെക്സ്റ്റ് ഇസ് which of the following error is caused by poor calibration of the instrument? എറേഴ്സ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇത് ട്രാൻസ്ഡ്യൂസറുടെ ബേസിക് ഇതിൽ വരുന്നതാണ്, മെഷർമെന്റ്സിൽ വരുന്നതാണ്. സിസ്റ്റമാറ്റിക് എറർ. ഹലോ, സിസ്റ്റമാറ്റിക് എറർ. യെസ്, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് എറർ. കാരണം അത് നമുക്ക് എന്താണ് അത് റീസൺ ഫോർ എറർ എന്താന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അല്ലെ. സോ ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് എറർ. ഗ്രോസ് എറർ എന്താ? ഗ്രോസ് എറർ അതായത് ഒരു കെയർലെസ്നെസ് അല്ലെ. അതായത് നമ്മൾ മെഷർ ചെയ്യുമ്പോഴോ കറക്റ്റ് ആയിട്ട് റീഡിങ് എടുക്കാതെയോ അല്ലെങ്കിൽ അതിലത്തെ എന്തെങ്കിലും മാഞ്ഞു പോയിട്ട് അങ്ങനെ വരുന്ന എറർ, അല്ലെങ്കിൽ കാൽക്കുലേഷൻസിൽ വരുന്ന എറർ, അതൊക്കെയാണ് നമ്മൾ ഗ്രോസ് എറേഴ്സിൽ പറയണേ. റാൻഡം എറർ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതാണ്. പ്രിസിഷൻ എറർ പ്രിസിഷനിൽ വരുന്ന ഒരു എററാണ്. അതായത് പ്രിസിഷൻ എന്ന് വെച്ചാൽ എത്ര അടുത്തടുത്തടുത്ത് മെഷർമെന്റ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ഡിഫറൻസ് ആണ് പ്രിസിഷൻ എറർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രിസിഷൻ മീൻസ് ഇപ്പൊ ഒരു മെഷർമെന്റ് 10 പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം അടുത്തടുത്ത് മെഷർമെന്റ്സ് വരുന്നുണ്ട് എന്നുള്ളത് അറിയോ? യെസ്, നമ്മളിത് നേരത്തെ പറഞ്ഞപ്പോ ഓപ്ഷൻസിൽ വന്നപ്പോ മെൻഷൻ ചെയ്തതാണ് അല്ലെ. ദിസ് ഇസ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസേഴ്സിനെ എല്ലാം പറയുന്നത് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. അപ്പൊ നിങ്ങൾ എന്താണ് പാസീവ് ട്രാൻസ്ഡ്യൂസർ? പാസീവ് ട്രാൻസ്ഡ്യൂസറിൽ നമ്മൾ എന്തെങ്കിലും ഒരു സപ്ലൈ കൊടുക്കണം, ഒരു ഓക്സിലറി സപ്ലൈ കൊടുക്കണം, അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. പൊട്ടൻഷ്യോമീറ്റർ ഇതെല്ലാം പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. LVDT അതൊക്കെ പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇത് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. നമ്മൾ ചില കേസുകളിൽ ഡിസ്പ്ലേസ്മെന്റോ അങ്ങനെ ഫോഴ്സോ അങ്ങനെ എന്തെങ്കിലും മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ട്രാൻസ്ഡ്യൂസറുടെ ആവശ്യം വരും. അപ്പൊ ഒന്ന് ചേഞ്ചസ് അറിയാനുള്ള ഒരു ട്രാൻസ്ഡ്യൂസറും ആ ചേഞ്ചസിനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആക്കി മാറ്റാൻ വേറൊരു ട്രാൻസ്ഡ്യൂസർ. അപ്പൊ ഈ രണ്ടാമത് വെക്കുന്ന ട്രാൻസ്ഡ്യൂസറിനെയാണ് നമ്മൾ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇസ് LVDT is an example of secondary transducer. ഡിസ്പ്ലേസ്മെന്റിനെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആക്കി മാറ്റുന്നത്. അപ്പൊ പ്രൈമറി ട്രാൻസ്ഡ്യൂസേഴ്സ് വേറെ ഉണ്ട്. നെക്സ്റ്റ്, dash can be defined as the tolerance within which a measurement can be repeated. കുറച്ച് മുന്നേ പറഞ്ഞു കഴിഞ്ഞുള്ളൂ. നമ്മള് ഒരു മെഷർമെന്റ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലും ഇറ്റ് ഷുഡ് ലൈ ഒരു ടോളറൻസിന്റെ ഉള്ളിൽ ആയിരിക്കണം. അല്ലെങ്കിൽ അത് ഇപ്പൊ റീഡ് ചെയ്തപ്പോ 10, പിന്നെ റീഡ് ചെയ്യുമ്പോ 15, പിന്നെ റീഡ് ചെയ്യുമ്പോ 20, അതൊരു നല്ല മെഷർമെന്റ് അല്ല അല്ലെ. ഇപ്പൊ റീഡ് ചെയ്യുമ്പോ 10, ഒരു 10.1, ഒരു 9.99, അതായത് എത്രത്തോളം ഒരു ടോളറൻസ് ലെവലിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്, വിത്തിൻ എ ടോളറൻസ് മെഷർമെന്റ്. അപ്പൊ അതിനാണ് നമ്മൾ എന്ത് പറയണേ? പറഞ്ഞു ആരോ? Precision. Precision. Okay. Precision.
ബാക്കിയൊന്നും അതിൽ വരുന്നതേ അല്ല. ആക്യുറസി എന്ന് വെച്ചാൽ അത് എക്സാക്ട് വാല്യൂ ആയിട്ട്. ഇത് രണ്ടും തമ്മിൽ ആക്യുറസി ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് പ്രിസൈസ്ഡ് ആണെന്നില്ല, പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആക്യുറേറ്റ് ആണെന്നില്ല. ഡാഷ് ഡിസ്ക്രൈബിംഗ് ദ സെൻസേഴ്സ് ലൈഫ് എക്സ്പെക്ടൻസി. ഇത് കുറച്ചൊരു വേറെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഡാഷ് ഡിസ്ക്രൈബിംഗ് ദ സെൻസേഴ്സ് ലൈഫ് എക്സ്പെക്ടൻസി. എന്താ അത്? സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് അത് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സും ആ ട്രാൻസ്ഡ്യൂസറുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് ലൈഫിന്റെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എൻവയോൺമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് അതുമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമല്ല. വാട്ട് ഇസ് റിലയബിലിറ്റി? നമ്മൾ പറയില്ലേ ഒരു ട്രാൻസ്ഡ്യൂസർ ഷുഡ് ബി റിലയബിൾ, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് ഷുഡ് ബി റിലയബിൾ. ഇറ്റ് ഷുഡ് ബി ഫെയ്ത്ത് അല്ലെ. അതായത് ആ കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്കത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം. അതിന് ശരിക്കും പറഞ്ഞാൽ റിലയബിലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് തെറ്റ് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സെൻസറുടെ വർക്കിംഗ് ശരിയല്ല, മാറ്റാറായിട്ടുണ്ട് എന്നുള്ളത്. Okay, so it underlie on the characteristics known as reliable characteristics. Sensors output signal types. എന്തൊക്കെയാവാം? എനി അല്ലെ. അത് നമ്മുടെ മോഡേൺ അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻസേഴ്സ് ഒക്കെ PWM ഔട്ട്പുട്ട് ഒക്കെ തരുന്നുണ്ട്. ഡിജിറ്റൽ ഔട്ട്പുട്ട് തരുന്ന ഇഷ്ടം പോലെ സെൻസേഴ്സ് ഇപ്പൊ അവൈലബിൾ ആണ്. IoT ബേസ്ഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ. എല്ലാ സെൻസേഴ്സിന്റെയും കൂടെ ഒരു ട്രാൻസ്ഡക്ഷൻ എലമെന്റ്, അതായത് ഒരു കൺവേർട്ടർ ഉണ്ടാവും അതിനെ ഡിജിറ്റൽ ആക്കി മാറ്റാനുള്ളത്. നമ്മൾ IoT ബോർഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അനലോഗ് വോൾട്ടേജ് തരുന്ന ഇഷ്ടം പോലെ സെൻസേഴ്സ് ഉണ്ട്. സോ all of the stress in a measuring system, quantity and the measurement is termed as. ഈ മെഷറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒന്നുമല്ല, എപ്പോഴും എന്തായിരിക്കും ഒരു മെഷറിംഗ് സിസ്റ്റത്തിന്റെ ആദ്യം എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഡ്യൂസർ ആയിരിക്കും അല്ലെ. ഇതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പാരാമീറ്റർ ആയിരിക്കും. ടൈപ്പ് ചെയ്തിരുന്നോ? നമ്മള് ഇതിനെയാണ് ഈ ഫിസിക്കൽ പാരാമീറ്റർ, എന്തിനെയാണോ നമ്മൾ മെഷർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ മെഷറന്റ് എന്ന് പറയാം. ബാക്കിയൊന്നും ഒരു ബന്ധമില്ലാത്ത ആൻസേഴ്സ് ആണ്. ഇറ്റ്സ് മെഷർ. Which of the following is not a characteristic of an ideal transducer? അപ്പൊ ഇതില് നോട്ട് എന്ന് പറയുമ്പോൾ നമ്മള് എന്താണ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആൻസർ ആണ് എഴുതേണ്ടത് അല്ലെ. നെഗറ്റീവ് എന്ന് വെച്ചാൽ എപ്പോഴും ലോ എന്ന് കാണിക്കണതെല്ലാം എഴുതരുത്. കാരണം ഇവിടെ 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലോ നോയ്സ്. അത് നല്ലൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്തായിരിക്കും ഇതില്? ഹൈ ഡൈനാമിക് റേഞ്ച് ഇസ് അപ്രീഷിയബിൾ. യെസ്. ലോ ലീനിയാരിറ്റി, ലീനിയാരിറ്റി ഉണ്ടാവണം അല്ലെ. ലീനിയർ ഡിവൈസസ് ഓപ്പറേറ്റ് ചെയ്യാനാണ് നമുക്ക് എളുപ്പം. ഇതാണ് അൺഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് ഒരുപാട് ഇങ്ങനെ നമ്മൾ ഒരു ട്രാൻസ്ഡ്യൂസറുടെ ഓപ്പറേഷനെ പറയുമ്പോൾ അൺഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്, ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സും. ഓക്കെ, അതിൽ വരുന്ന നമുക്ക് അൺഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിൽ ഒരെണ്ണമാണ് ഈ ലോ ലീനിയാരിറ്റി. ദിസ് ഇസ് ഗുഡ്, ദിസ് ഇസ് ഗുഡ്. സോ ആൻസർ ഇസ് ബി. 19 and the blank ആയി കിടക്കും. Hash parameters on which sensor classified. Sensors ഒരു wide range of classification ആണ് സെൻസേഴ്സിനുള്ളത്. According to its material and technology, application അനുസരിച്ച് അനലോഗ് ഡിജിറ്റൽ ആണോ എന്നുള്ള ഒരു ഇത്, പ്രോപ്പർട്ടി ആൻഡ് ഇൻപുട്ട് ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നത് എന്താ അതിനനുസരിച്ച്, എന്ത് ബിഹേവിയർ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്, ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആണോ, ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് ആണോ, എന്ത് പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്, ഇതിന് എല്ലാം ഓൾ ഓഫ് ദി എബവ്. ഇനിയുണ്ട് ഇഷ്ടംപോലെ ക്ലാസിഫിക്കേഷൻ. ഇത് ഒരു സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പറയാൻ പറ്റുമോ? In a measuring system, what is the term used to specify a difference between higher and
lower calibration values. അപ്പൊ ഒരു ട്രാൻസ്ഡ്യൂസർ, നമ്മുടെ ഒരു ട്രാൻസ്ഡ്യൂസർ ആണെന്ന് വിചാരിക്കുക. ആ ട്രാൻസ്ഡ്യൂസറിന് എത്ര ചെറിയ വാല്യൂ, എത്ര വലിയ വാല്യൂ വരെ മെഷർ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ അതിന്റെ എന്ത് പറയുന്നത്? യെസ്, സ്പാൻ. സ്പാൻ. നെക്സ്റ്റ് ഇസ് which of the following represent active transducer? വേഗം വേഗം സെലക്ട് ചെയ്ത്. യെസ്, ഡി is active transducer. LVDT പാസീവ് ആണ്. നമ്മൾ അതില് AC ഇൻപുട്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ. പ്രൈമറിയിൽ നമ്മള് AC സപ്ലൈ കൊടുക്കുകയാണ്, പിന്നെ 2 സെക്കൻഡറി ഉണ്ട്. അപ്പൊ തെർമിസ്റ്ററും പാസീവ് ആണ്. അത് സപ്ലൈ വോൾട്ടേജ് ഒന്നും ഇല്ലാണ്ട് അത് വർക്ക് ചെയ്യില്ല. സ്ട്രെയിൻ ഗേജസ് ഓൾസോ ഇറ്റ് നീഡ്സ് സം ഓക്സിലറി ഹെൽപ്പ് വേണം ഇതിനെല്ലാം. സോ thermocouple which generates a potential. Strain gauge is A. പറഞ്ഞോളൂ, പാസീവ് ആന്ന് നമുക്കറിയാം. പിന്നെ ബാക്കി എന്താ? ഇലക്ട്രിക്കൽ ആണോ? അല്ല അല്ലെ. എന്തായാലും ഈ 2 എണ്ണം അല്ല. സ്ലൈഡ് മാറുന്നില്ലേ? So it converts mechanical displacement into change in resistance. Mechanical displacement in the sense force, pressure, strain, അതൊക്കെ നിങ്ങളുടെ സിലബസിൽ മെയിൻ ആയിട്ടും ഈ ടെമ്പറേച്ചർ മെഷർമെന്റും സ്ട്രെയിനും ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ടൈപ്സ് ഓഫ് സ്ട്രെയിൻ ഗേജസ് ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക. സ്ട്രെയിൻ ഗേജസ് ക്യാൻ ബി യൂസ് ടു മെഷർ സ്ട്രെയിൻ ആണ് അല്ലെ. അത് ഒന്നെങ്കിൽ ടെൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കംപ്രഷൻ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്താലും അവിടെ ഒരു സ്ട്രെയിൻ ഫോം ചെയ്യുന്നുണ്ട്. സോ ബോത്ത് ഓഫ് ദീസ്. നമ്മളൊരു സ്ട്രെയിൻ ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മളത് ഒരു വയറൊക്കെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോഴും അവിടെ സ്ട്രെയിൻ വരുന്നുണ്ട്, നമ്മൾ കംപ്രസ് ചെയ്യുമ്പോഴും അവിടെ സ്ട്രെയിൻ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് രണ്ടും സ്ട്രെയിൻ ഗേജസ് യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യും. ബട്ട് ടെൻഷനില് റെസിസ്റ്റൻസ് കൂടും, കംപ്രഷനിൽ റെസിസ്റ്റൻസ് കുറയും. അതാണ് അതിന്റെ പ്രത്യേകത. സ്ട്രെയിൻ ഗേജസിന്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The dash of a strain gauge varies with applied strain. എന്താണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഈ ചോദിക്കുന്നത്. യെസ്, varies resistance. റെസിസ്റ്റൻസ് ആണ് മാറുന്നത്. അതായത് ഒരു ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് R is equal to rho L by A അല്ലെ. ലെങ്ത് മാറും, ഏരിയ മാറും, ക്രോസ് സെക്ഷണൽ ഏരിയ മാറും. അതായത് പഠിച്ചിട്ടുണ്ടാവുന്നുണ്ട്. ഇതിനൊന്ന് ഇതാക്കുമ്പോ ഇതിന്റെ ഡയമീറ്റർ മാറും അല്ലെ, ക്രോസ് സെക്ഷണൽ ഏരിയ മാറും, ലെങ്ത് അപ്പോ കൂടും. ആ ചേഞ്ച് ഇൻ ലെങ്ത്തും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. സോ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇത്രയും ക്വസ്റ്റ്യൻസ് ഇട്ടതില് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും നോക്കി വെക്കണം. ഓക്കെ.